ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ ഇപ്രകാരമുണ്ട്: യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിൽ ഉണ്ട് എന്ന വചനമാണ്. തിന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന, ചതിവ് ചെയ്യുന്ന, വക്രത ചെയ്യുന്ന, സാഹസം പ്രവർത്തിക്കുന്ന ആളുകളോട് കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അത് അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവശാപത്തിന് കാരണമായി തീരാറുണ്ട് എന്ന് തന്നെ ഓർപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും അനവധി ആളുകളുടെയും ജീവിതത്തിനകത്ത് താൽക്കാലികമായ ചില നന്മകൾക്കോ അനുഗ്രഹങ്ങൾക്കോ ഉയർച്ചകൾക്കോ ഒക്കെ വേണ്ടി ചില തിന്മകൾ, ചില ദുഷ്ടതകൾ, ചില അനീതികൾ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളവർ ഒന്നാമത്തേതിൽ ചില നന്മകൾ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അത് വലിയ വേദനകൾക്കും നഷ്ടങ്ങൾക്കും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കൃത്യമായി കാണുവാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. അവിടെ രോഗിയായ നയമാൻ പ്രവാചകൻ്റെ അരികിൽ കടന്നു വന്നു. പ്രവാചകൻ തന്നെ കണ്ടു. പ്രവാചകൻ തന്നോട് നീ ഇന്നിന്ന വിധത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ ആ തലത്തിൽ കടന്നുപോയി ചെയ്ത് സൗഖ്യം പ്രാപിച്ചു വരുന്നതായ നയമാൻ ഏലീശയുടെ അരികിലേക്ക് കടന്നു വരികയും ഏലീശയ്ക്ക് ഒരു സമ്മാനം നൽകുകയും ചെയ്യുമ്പോൾ ആ സമ്മാനങ്ങളൊന്നും എലീശ വാങ്ങുവാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നിൽക്കെയാണ് ഏലീശയുടെ ദാസനായ ഗേഹസി ആ നന്മകളുമായി, ആ സമ്മാനവുമായി നയമാൻ മടങ്ങിപ്പോകുന്നതായ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തൻ്റെ ഹൃദയം ദുഷ്ടത പ്രവർത്തിപ്പാനിടയായി, തിന്മ നിറഞ്ഞ ചിന്തകൾ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി. പെട്ടെന്ന് എലീശ പ്രവാചകൻ്റെ ദാസനായ ഗേഹസി നയമാൻ്റെ പിന്നാലെ കടന്നു പോവുകയും നയമാനോട് താൻ കൊണ്ടുവന്ന സമ്മാനത്തിൽ നിന്നൊരു ഓഹരി, ഒരു പങ്ക് താൻ കൈപ്പറ്റുകയും ചെയ്യുകയാണ്. തൻ്റെ മനസ്സിൻ്റെ ദുഷ്ടതയാണ്, തൻ്റെ മനസ്സിൻ്റെ ചതിയാണ്, തൻ്റെ ജീവിതത്തിനകത്ത് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ആഗ്രഹമാണ് അത് ചെയ്യുവാനായി തന്നെ പ്രേരിപ്പിച്ചത്. എന്താണ് സംഭവിക്കപ്പെട്ടത്? ആ നന്മ കരസ്ഥമാക്കിക്കൊണ്ട് മടങ്ങി വരികയും അങ്ങനെ ഏലീശയുടെ മുൻപിൽ വരുമ്പോൾ ഏലീശ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പോഷ്ക് പറയുവാൻ തൻ്റെ ഹൃദയം വീണ്ടും ദുഷ്ടത ചിന്തിച്ചു, ദുഷ്ടത ഹൃദയത്തിനകത്ത് കടന്നുകൂടി എന്നുള്ളതാണ്. തൽഫലമായി തൻ്റെ ജീവിതത്തിനകത്ത് നയമാനുണ്ടായിരുന്ന രോഗം കടന്നു വരുവാനിടയായി. അത് തൻ്റെ നാശത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ദുഷ്ടത നിറഞ്ഞതായ ചിന്തകൾ, തിന്മ നിറഞ്ഞതായ ചിന്തകൾ, അത് നമ്മെ എത്തിക്കുന്നത് ദൈവശാപത്തിനും ദൈവിക ശിക്ഷണത്തിനും ഭാഗമാക്കി തീർക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ ഹൃദയം ദുഷ്ടതയ്ക്ക് വിട്ടുകൊടുത്ത്
ദൈവത്തിൻ്റെ ശാപം കൈപ്പറ്റുന്നവരായിട്ടല്ല. നമ്മുടെ ഹൃദയം നിഷ്കളങ്കതയോടെ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടന്മാരും ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നവരുമായിട്ട് ദൈവത്തിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വരുവാനിടയാകാതെ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.